വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി, പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണുവാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടി ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടുന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി നടത്തിയ മനോഹരമായ പ്രാർത്ഥനയിൽ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, വിശ്വാസികൾക്ക് വേണ്ടി കൂടി നടത്തുന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. ഈശോയിൽ വിശ്വസിക്കുന്ന സമൂഹം ഐക്യം പുലർത്തേണ്ടതിൻ്റെ ആവശ്യകത അവിടുന്ന് പരമപിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്ന പോലെ ഇവരും നമ്മിൽ ഒന്നാകണമെന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, തൻ്റെ വിശ്വാസികൾക്ക് വേണ്ടി എല്ലാവരും ഇവരും നമ്മിൽ ഒന്നാകണം എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഐക്യം പുലർത്തുന്ന ഒരു സമൂഹമായി നാം മാറണം. ഐക്യം എന്ന് പറയുമ്പോൾ ഐകരൂപ്യമല്ല. ഓരോ വ്യക്തികളും ദൈവത്തോട് പ്രാർത്ഥനയിലൂടെ, ദൈവവചനത്തിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെ ഐക്യപ്പെട്ട് ജീവിക്കുന്നുവെന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ മറ്റൊരു ക്രിസ്തുവായി പരസ്പരം ഐക്യപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. സഭ ഒരു കൂട്ടായ്മയാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ ദൈവീകമായ കൂട്ടായ്മ. സൃഷ്ടികർമ്മത്തിൽ, രക്ഷാകരകർമ്മത്തിൽ, പരിത്രാണകർമ്മത്തിൽ പങ്കെടുക്കുന്ന സ്നേഹബന്ധമുള്ള ഒരു കൂട്ടായ്മ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തെ ഐക്യപ്പെടുത്തുന്നത് ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലാണ്. അതുപോലെ തൻ്റെ സ്ലീഹന്മാരും ജനങ്ങളും എല്ലാം ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ, സ്നേഹബന്ധത്തിൽ ആയിരിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്. ശ്ലൈഹികമായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന, ക്രിസ്തുവിൽ ഐക്യപ്പെട്ട ഒരു സമൂഹമായി നാം മാറണം. മിശിഹായുടെ മഹത്വത്തിൽ പങ്കുചേരുവാൻ നമുക്ക് ഇടയാകണം. അതാണ് ഞാൻ അങ്ങയിലും അങ്ങ് എന്നിലുമായിരിക്കുന്ന പോലെ ഇവരും നമ്മിൽ ഒന്നായി ഒരു കുടുംബമായി, കൂട്ടായ്മയായി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം എന്ന് യേശു തമ്പുരാൻ പ്രാർത്ഥിച്ചത്. വിശ്വസ്തത, പ്രാർത്ഥന,
കർത്താവിനോടുകൂടി ആയിരിക്കുക, ഇവയൊക്കെയാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. അത് ഈ ലോകത്തിൽ മാത്രമല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ അറിയുവാനും സ്നേഹിക്കുവാനും സേവിക്കുവാനും ദൈവത്തോടുകൂടി ഈ ലോകത്തിലും പരലോകത്തിലും ആയിരിക്കുവാനുമാണല്ലോ. അപ്പോൾ സ്വർഗീയ ജീവിതത്തിൻ്റെ ആ അവസ്ഥയിലും നമ്മളെല്ലാം ഒന്നായി കാണണം എന്നുള്ള ആഗ്രഹം. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ മഹത്വത്തോടുകൂടി എഴുന്നള്ളി വരുമ്പോൾ അവിടുത്തോടുകൂടി ആയിരിക്കുവാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം എന്നുകൂടി തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മാർത്തോമാ ശ്ലീഹായാൽ രൂപവത്കരിക്കപ്പെട്ട ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പാരമ്പര്യമുള്ള ഭാരതസഭയിൽ പോർച്ചുഗീസ്, ഫ്രഞ്ച്, ഡച്ച്, ഇംഗ്ലീഷ് മിഷണറിമാരുടെ വരവോടുകൂടി വിശ്വാസം വർദ്ധിപ്പിച്ചു. എങ്കിലും സ്ഥലകാല പരിചയക്കുറവും അറിവിൻ്റെ കുറവും ഒരു ദേശത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ കുറവും ഒക്കെ വരുത്തിവെച്ച വിനയുടെ ഫലമായി 1653 കൂനൻ കുരിശ് സത്യത്താലുണ്ടായ ഭിന്നത അവസാനിപ്പിക്കുവാനുള്ള പരിശ്രമം അന്ന് തന്നെ റോം ഇടപെട്ട് ആരംഭിച്ചു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുകയാണ്. പുത്തൻകൂറ്, പഴയകൂറ് എന്നുള്ള രണ്ട് വിഭാഗമായി ക്രൈസ്തവ സമൂഹം വേർപെട്ടു നിന്ന പശ്ചാത്തലത്തിൽ സഭയുടെ ഐക്യം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ദൈവദാസൻ മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത എന്നുള്ള സത്യം യേശുക്രിസ്തു പരമപിതാവുമായി നടത്തിയ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ കാണുവാൻ നമുക്ക് കഴിയും. 1882 സെപ്റ്റംബർ മാസം 21 മാവേലിക്കരയിൽ പണിക്കർ വീട്ടിൽ തോമാ പണിക്കരുടെയും അന്നമ്മയുടെയും മകനായി ജനിച്ചു. 1882 ഒക്ടോബർ മാസം 4 പുതിയകാവ് പള്ളിയിൽ പിതൃ സഹോദരനായ തരിയൻസ്കറിയ പണിക്കർ ജ്ഞാനസ്നാനം നൽകി ഗീവർഗീസ് എന്ന പേരും നൽകി. പരുമല പിതാവിനോട്, ഗ്രിഗോറിയോസ് പിതാവിനോട് പ്രത്യേകമായ ഭക്തി ചെറുപ്പം മുതൽ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. ദാവീദാശാൻ്റെ കുളിപ്പടിക്കുള്ളത്തിലും CMS സ്കൂളിലും MD സെമിനറി ഹൈസ്കൂളിലും കോട്ടയം CMS കോളേജിലും ഒക്കെ പഠനം കഴിഞ്ഞ് മദ്രാസിലെ ക്രിസ്ത്യൻ കോളേജിൽ BA ധനതത്വശാസ്ത്രവും MA ചരിത്രവും ഒക്കെ പഠിച്ച അദ്ദേഹം സുറിയാനി ക്രിസ്ത്യാനികൾ നെസ്തോറിയനായിരുന്നുവോ എന്ന ഗവേഷണം നടത്തിക്കൊണ്ടാണ് തൻ്റെ പഠനം പൂർത്തിയാക്കിയത്. 1900 ജനുവരി മാസം 9 പുതിയകാവ് പള്ളിയിൽ വെച്ച് പുലിക്കോട്ടിൽ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത അദ്ദേഹത്തിന് ശമാശപട്ടം നൽകി. ഭക്തിയോടും ശ്രദ്ധയോടും കൂടി കൂദാശകൾ പരിക്രമം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഒരു ശമാശൻ എന്നുള്ള നിലയിൽ ജനത്തിന് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ കഴിവുള്ള ആളായി മാറിയതിനാൽ കൂദാശകളുടെ ശമാശനെന്ന് അറിയപ്പെട്ടിരുന്നു. 1908 സെപ്റ്റംബർ മാസം 15 പരുമല സെമിനാരിയിൽ വെച്ച് ഗീവർഗീസ് മാർ ദിവനാസ്യോസ് തിരുമേനി മാർ ഇവാനിയോസ് എന്ന നാമധേയം നൽകിക്കൊണ്ട് ഫാദർ PT ഗീവർഗീസിനെ ഒരു വൈദികനായി അഭിഷിക്തനാക്കി. MD സെമിനറി ഹൈസ്കൂളിൻ്റെ പ്രിൻസിപ്പൽ 1903 മുതൽ 1913 വരെ MD സെമിനാരിയുടെ പ്രിൻസിപ്പലായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ആ കാലഘട്ടത്തിലാണ് സെറാറമ്പർ കോളേജിൻ്റെ പ്രൊഫസറായിരുന്ന ഡോക്ടർ ഹവൽസ് പിതാവിനെ അവിടേക്ക് ക്ഷണിച്ചതും അദ്ദേഹം സെറാറമ്പർ കോളേജിൽ 1913 മുതൽ 19 വരെ പഠിപ്പിച്ചതും ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 22ഓളം യുവാക്കന്മാരെയും 12ഓളം യുവതികളെയും സ്വന്തം ചിലവിൽ അവിടെ കൊണ്ടുപോയി പരിശീലിപ്പിച്ച്
സഭയുടെയും സമൂഹത്തിൻ്റെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമം നടത്തിയെന്നുള്ളതും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മേൽ ചെലുത്തുന്ന സ്വാധീനമാണ് വിദ്യാഭ്യാസം എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു. ഭാരതീയ സന്യാസ ശൈലിയിൽ ഒരു ആശ്രമം സ്ഥാപിച്ചുകൊണ്ട് സഭയുടെ ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക തന്നെ കടമയാണെന്നുള്ള ബോധ്യത്തോടു കൂടി സഹാറൻപൂർ കോളേജിലെ പ്രൊഫസർ സ്ഥാനം രാജിവെച്ച് 1919 ഓഗസ്റ്റ് മാസം 15-ാം തീയതി പെരുന്നാട്ടിലെ മുണ്ടൻമലയിൽ ആശ്രമ ചാപ്പൽ സ്ഥാപിക്കുകയും 1920 പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് സന്യാസം സ്വീകരിക്കുകയും ചെയ്തു. ബദനി ആശ്രമത്തിലെ ആദ്യത്തെ അംഗങ്ങളുടെ ഗുരുവും പിതാവുമായി പി.ടി. ഗീവർഗീസ് ആബോ ഗീവർഗീസ് എന്ന പേരിൽ അറിയപ്പെട്ടു. സമുദായത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് സാമൂഹ്യ ഉന്നമനത്തിനു വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. 1925 മെയ് മാസം 1-ാം തീയതി നിരണത്ത് വച്ച് മാർ പീലക്സിനോസ് വാകത്താനം ദ്വിതീയ കാതോലിക്ക ബാവയായ അദ്ദേഹം, യുവാക്കിം മാർക്ക് ഇവാനിയോസ് കണ്ടനാട് ഭദ്രാസന അധ്യക്ഷൻ, മാർ ഗ്രിഗോറിയോസ് നരടം ഭദ്രാസന അധ്യക്ഷൻ, പിന്നീട് അദ്ദേഹം തൃതീയ കാതോലിക്ക ബാവയായി ഈ 3 പിതാക്കന്മാർ ചേർന്നാണ് മെത്രാഭിഷേകം നടത്തിയത്. ബദനിയുടെ മെത്രാപ്പൊലിത്തയായി അവരോധിക്കപ്പെട്ട അദ്ദേഹം മാർ ഇവാനിയോസ് എന്ന പേരിൽ അറിയപ്പെടുകയും 1928 ബദനിയുടെ മെത്രാപ്പൊലിത്തയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം എല്ലാം വിട്ടുപക്ഷിക്കാതെ തമ്പുരാനെ പൂർണ്ണമായി അനുധാവനം ചെയ്യുവാൻ സാധ്യമല്ല എന്ന ബോധ്യത്തോടു കൂടി 1930 ഓഗസ്റ്റ് മാസം 20-ാം തീയതി മുണ്ടൻമലയോട് പുഷ്പശ്ലോമോ സമാധാനത്താലെ വസിക്കുക, ഒന്നും ഇല്ലാത്തവനായി ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒന്നുമില്ലാത്തവനായി ഇറങ്ങിപ്പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പടിയിറങ്ങിയ ഒരു പാരമ്പര്യമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 1930 സെപ്റ്റംബർ മാസം 20-ാം തീയതി 11-ാം പീയൂസ് മാർപ്പാപ്പായുടെ അനുഗ്രഹാശിസുകളോടെ കൊല്ലം മെത്രാനായിരുന്ന മരിയ അലോഷ്യസ് ബെൻസിയർ തിരുമനസിൻ്റെ അടുത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് ആഗോള കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു. 1932 അദ്ദേഹം മെത്രാപ്പൊലിത്തയായി നിയമിതനായി മലങ്കരയുടെ. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ബദനി സന്യാസിനി സമൂഹത്തിന് 1925 സെപ്റ്റംബർ മാസം 21-ാം തീയതി തിരുമൂലപുരത്ത് നേതൃത്വം നൽകി. ശാന്തിനികേതൻ കൽക്കട്ടയുടെയും ടാഗോർ വാണ്ടിരുന്ന സ്ഥലമാണല്ലോ അത്. സബർമതി ഗുജറാത്ത് ഗാന്ധിജിയുടെയും ഒക്കെ ആ ആശ്രമങ്ങൾ സന്ദർശിച്ചുകൊണ്ട് എന്താണ് ഈ സന്യാസ ജീവിതം എന്നുള്ള ആ ചിന്തയോടുകൂടി പ്രവർത്തിച്ചു. തൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ വിശാലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അദ്ദേഹം, വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച അദ്ദേഹം 1952 സെപ്റ്റംബർ മാസം 2-ാം തീയതി കന്തില ശുശ്രൂഷ വൈദികർക്കും വൈദ്യമേലധ്യക്ഷന്മാർക്കും ആഘോഷമായി നടത്തുന്ന കുദാശയാണ് രോഗീലേപനം. അത് സ്വീകരിച്ചുകൊണ്ട് 1953 ജൂലൈ മാസം 15-ാം തീയതി ഈ ലോകത്തെ വിട്ട് കടന്നുപോയി. തൻ്റെ 71-ാമത്തെ വയസ്സിൽ ആഘോഷമായ കബറടക്കം 1953 ജൂലൈ മാസം 17-ാം തീയതി തിരുവനന്തപുരത്ത് നടത്തി. അദ്ദേഹത്തിൻ്റെ നാമകരണ പരിപാടികൾ 2000 ആണ്ട് ഓഗസ്റ്റ് മാസം ആരംഭിച്ചു. 2016 ഔദ്യോഗികമായി അതിൻ്റെ ആ നാമകരണ നടപടികൾ പൂർത്തിയായി. 2016 സെപ്റ്റംബർ മാസം 8-ാം തീയതി അതിൻ്റെ മൂലരേഖകളെല്ലാം നാമകരണ സംഘത്തിൽ സമർപ്പിച്ചു. ജനുവരി മാസം
2017 31 അതിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ റോമിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സവിശേഷത എന്ന് നോക്കുമ്പോൾ, വൈദികരോടും സന്യസ്തരോടും കുടുംബജീവിതക്കാരോടും അൽമായരോടുമൊക്കെ പ്രത്യേകമായ കരുതലുണ്ടായിരുന്ന ഒരു പിതാവായി അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. വൈദികരോട് അദ്ദേഹം പറഞ്ഞു, എല്ലാവരും തിരുസഭയുടെ ഉപദേശമനുസരിച്ച് ജീവിക്കുക, തന്നെയും അന്യരുടെയും ആത്മരക്ഷാർത്ഥം സർവാത്മന യത്നിക്കുക, അന്യരുടെ ആത്മരക്ഷയിൽ അനുഭവത്തിൻ്റെ സഹപ്രവർത്തകർ എന്ന നിലയിൽ പ്രവർത്തിക്കുക, ദൈവകൃപയുടെ സഹായം മൂലം സ്വയം വിശുദ്ധീകരിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം ഓരോ വൈദികനും ഉണ്ടാകണം. വിശുദ്ധ കുർബാനയെക്കുറിച്ച് അദ്ദേഹം വൈദികരോടായിട്ട് പറഞ്ഞു, ദിനംപ്രതി വിശുദ്ധ ബലി അർപ്പിക്കുന്നതാണ് പട്ടക്കാരൻ്റെ മഹാപദവിക്ക് ഒരു ഭൂഷണം എന്നുള്ളത്. യാക്കോബായ പാരമ്പര്യത്തിൽ എല്ലാ ദിവസവും കുർബാന അർപ്പിക്കാതിരുന്ന ഒരു പശ്ചാത്തലത്തിൽ എല്ലാ ദിവസവും ബലിയർപ്പിക്കുവാൻ കത്തോലിക്കാ സഭയിലെ പുരോഹിതന്മാർക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി. കുർബാനയ്ക്ക് മുമ്പ് 1/4 മണിക്കൂർ നേരമെങ്കിലും ഒരുങ്ങി പ്രാർത്ഥിക്കണം. കുർബാനയ്ക്ക് ശേഷം അരമണിക്കൂറെങ്കിലും, കുറഞ്ഞത് 1/4 മണിക്കൂറെങ്കിലും സ്തോത്രമായി ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ചെലവഴിക്കണം. ദിനംപ്രതി രാവിലെ അരമണിക്കൂർ ധ്യാനം നടത്തിയതിന് ശേഷം വേണം വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ. അന്നത്തെ ജീവിതം ദൈവസന്നിധിയിൽ പരിശോധിക്കുവാനും വിലയിരുത്തുവാനും കഴിയണം. കുറേ സമയം ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കണം. ശരീരത്തിന് ഭക്ഷണം എങ്ങനെയോ അങ്ങനെയാണ് ആത്മാവിന് ജ്ഞാനവായന എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിശുദ്ധ ഗ്രന്ഥം, ക്രിസ്താനുകരണം മുതലായവ ജ്ഞാനവായനയ്ക്ക് ഉത്തമമാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇന്ദ്രിയ നിഗ്രഹം ഒരു വൈദികന് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിൻ്റെ പുരോഹിതൻ എന്ന നിലയിൽ വിഷയ സുഖവ്യക്തി പാലിക്കുക, വെടിപ്പിൽ നിന്നെ തന്നെ കാത്തുകൊള്ളുക. തിമോത്തിയോസിന് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വെടിപ്പിൽ നിന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ മാർ ഇവാനിയോസ് തിരുമേനി വ്യക്തമാക്കുന്നത്. വിശുദ്ധി എന്ന അമൂല്യ രത്നം കളങ്കമന്യെ പരിരക്ഷിക്കുന്നതിന് ജാഗരൂകതയുള്ള ഇന്ദ്രിയ നിഗ്രഹം ആവശ്യമാണ്. അടക്കമൊതുക്കം, ശുചിത്വം, വിനയം, ക്രമം, മിതത്വം എന്നീ ഗുണങ്ങൾ വൈദികർക്ക് അലങ്കാരമാകണം. കാനോന നമസ്കാരം ശീമോൻ ദിവസത്തിൽ 3 നേരമെങ്കിലും പ്രാർത്ഥിക്കണം, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. ഞായറാഴ്ചകളിലും മാറാനായ തിരുനാളുകളിലും വിശുദ്ധ കുർബാന സമയത്ത് തിരുസഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പരമസത്യങ്ങൾ, കൂദാശകൾ, നിത്യജീവൻ എന്നിവയെക്കുറിച്ച് 10 മിനിറ്റിൽ കുറയാതെ പ്രസംഗിക്കണം. പട്ടക്കാരൻ്റെ അധരങ്ങൾ ദിവ്യജ്ഞാനമാകുന്ന അധരങ്ങളായിരിക്കണം. സ്വന്തം പ്രവൃത്തികൾ പ്രസംഗത്തിന് വിപരീതമാകാതിരിക്കട്ടെ. മാതൃകാ ജീവിതമാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. ജനങ്ങൾക്കും ഭക്തി വളർത്തുന്ന ഭക്താഭ്യാസങ്ങൾ പരിപോഷിപ്പിക്കണം. കൂദാശകൾ സംബന്ധിച്ച് പൊതുവായും ഓരോന്നിനെയും സംബന്ധിച്ച് പ്രത്യേകമായും അറിഞ്ഞിരിക്കേണ്ടവ തുടർച്ചയായി വായിക്കുകയും വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയും വേണം. കുട്ടികളെ വേദാഭ്യാസത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളർത്തണം. വിശുദ്ധ ജീവിതം പട്ടക്കാരൻ്റെ സകല പാപങ്ങളിൽ നിന്നും അകന്നിരിക്കുവാൻ തന്നോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് കുമ്പസാരം നടത്തി ഒരുങ്ങി വേണം വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ. വൈദികൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചും അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. കുർബാനയുടെ നിയോഗങ്ങൾ എല്ലാം കൃത്യമായി എഴുതി സൂക്ഷിക്കുകയും കണക്കുകൾ ബോധിപ്പിക്കുകയും ചെയ്യണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രേക്ഷിത പ്രവൃത്തി ജാതികളുടെ ഇടയിലും
സത്യസഭയിൽ നിന്ന് വേർപെട്ടു പോയ ആളുകളുടെ ഇടയിലും അത് നിറവേറ്റുവാൻ ബാധ്യസ്ഥരാണ്. വിശ്വാസ വെളിച്ചം പറയുടെ കീഴിൽ വയ്ക്കാനല്ല, അതെല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരുടെയും മാനസാന്തരം, എല്ലാവരുടെയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാൻ കഴിയണം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അൽമായ സഹോദരങ്ങളെ വളർത്തുന്നതിൽ, പ്രോത്സാഹിപ്പിക്കുന്നതിൽ അദ്ദേഹം വളരെയധികം താല്പര്യമെടുത്തിരുന്നു. തന്നോടൊപ്പം ആയിരുന്നു കൊണ്ട് പ്രവർത്തിക്കുവാൻ നിരവധി അൽമായരെ, പ്രത്യേകിച്ച് മത്തായി പണിക്കർ, കിളിയിലത്തെ ചാക്കോച്ചൻ, മേളാമ്പറമ്പിൽ ഉമ്മച്ചൻ, പനന്തോട്ടത്തെ ഉമ്മച്ചൻ, മേടയിൽ പാപ്പി, തുണ്ടിയിൽ കുഞ്ഞ്, മലഞ്ചെരുവിൽ മത്തായി സാറ്, CG ജേക്കബ്, മാരേട്ട ഫിലിപ്പോസ് ജഡ്ജി തുടങ്ങിയ ആളുകളൊക്കെ പിതാവിനോടുകൂടി ആയിരുന്നു കൊണ്ട് പ്രവർത്തിച്ച ആളുകളാണ്. വന്ദനായ പിതാവ് ഇടവകയിലെ പ്രാർത്ഥനാ യോഗങ്ങൾ, ഇടവകയിലെ മതബോധനം, ഉപവിപ്രവർത്തനങ്ങൾ, ദളിത് സഹോദരങ്ങളുള്ള പുനരധിവാസം, ഇംഗ്ലീഷ് ഭാഷാ പ്രചരണം ഉൾപ്പെടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിച്ച വ്യക്തിയാണ്. വിവിധ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന്, മിഷൻ സ്ഥലങ്ങൾ സ്ഥാപിക്കുന്നതിന് ആളുകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകി. കത്തോലിക്ക വിശ്വാസത്തിൽ വളർന്നു വരുന്നതിന് വേണ്ടി ഉള്ള സംരംഭങ്ങളൊക്കെ ഏർപ്പെടുത്തി. ന്യൂനപക്ഷ സാമൂഹ്യ നീതി നടപ്പിലാക്കുന്നതിന് ഇതര സമുദായങ്ങളുമായി യോജിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. അതേപോലെ കത്തോലിക്ക കോൺഗ്രസിൽ വളരെ ഉന്നതമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുവാൻ അൽമായരെ പ്രോത്സാഹിപ്പിച്ചു. കുടുംബജീവിതത്തിൻ്റെ ശുശ്രൂഷയെ പ്രത്യേകമായി കണ്ടുകൊണ്ട് കുടുംബജീവിതത്തെ വിശ്വാസികൾ പ്രാർത്ഥനാ സ്ഥിരമായി കുടുംബങ്ങൾ നിർവഹിക്കണം, സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒന്നിച്ച് നിലനിൽക്കും. ആ ഒരു പശ്ചാത്തലത്തിൽ കുടുംബജീവിതത്തെ വിശ്വാസത്തിൻ്റെ പ്രഥമ കളരിയായിട്ടാണ് പിതാവ് വിശേഷിപ്പിച്ചത്. വിശ്വാസികളുടെ കൂദാശപരവും ആരാധനമായ ജീവിതത്തിൽ പ്രത്യേകം അദ്ദേഹം ശ്രദ്ധിച്ചു. തൻ്റെ പ്രഭാഷണങ്ങളിലും പ്രബോധനങ്ങളിലും എല്ലാം വിശ്വാസികളുടെ വിശ്വാസത്തെ വളർത്തുന്നതിനുള്ള പരിപാടികളാണ് അദ്ദേഹം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. ഇടവക സമൂഹങ്ങളുടെ വളർച്ചയും അതിന് വികാസവുമൊക്കെ ലക്ഷ്യമാക്കി പ്രവർത്തിച്ച അദ്ദേഹം ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുടെ ഇടയിലും ഇടവകൾ സന്ദർശിക്കുന്നതിനും അവിടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊക്കെയുള്ള പരിശ്രമം നടത്തി. തിയോക്രസിയും ഡെമോക്രസിയും, അതായത് ദൈവത്തിൻ്റെയും ക്രിസ്തീയമായ രൂപീകരണത്തിന് ജനാധിപത്യമായ മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ദൈവിക പദ്ധതിയും ഡെമോക്രാറ്റിക് സെറ്റപ്പും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. വിദ്യാഭ്യാസ ശുശ്രൂഷയിലൂടെയാണ് വികസനത്തിൻ്റെ, വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രം സമൂഹത്തിൽ നൽകുവാൻ കഴിയുന്നത് എന്ന ബോധ്യത്തോടു കൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊക്കെ അദ്ദേഹം പരിശ്രമിച്ചു. സമൂഹത്തിലെ മറ്റുള്ളവരുമായി യോജിച്ചു നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അതേപോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ആശുപത്രി, ഇവയൊക്കെ തുടങ്ങുന്നതിന് അന്നത്തെ ഭരണാധികാരിമാരോട് ചേർന്ന് നിന്നുകൊണ്ട് ആത്മാർത്ഥമായ സഹകരണം അദ്ദേഹം കാഴ്ചവെച്ചു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുകയാണ്. സമൂഹത്തിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ അദ്ദേഹം തൻ്റെ ഐഹികവാസം പൂർത്തിയാക്കുന്നതിന് മുമ്പായി അനുയോജ്യനായ ഒരിടയനെ, ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ തൻ്റെ പിൻഗാമിയായി വാഴിച്ചുകൊണ്ടാണ് ഈ ലോകത്തെ വിട്ട് കടന്നുപോയത് എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യരായ ഇടയന്മാരെ നൽകുമെന്നുള്ള ദൈവത്തിൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് തുടർന്നും പുനരൈക്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണെന്നുള്ള ഉറപ്പ് നൽകിയ അദ്ദേഹം എത്ര ശ്രേഷ്ഠമായ ഒരു ജീവിതമാണ് യേശുവിൻ്റെ സുവിശേഷം 17-ാം അധ്യായം പ്രാവർത്തികമാക്കുവാൻ നടത്തിയത് എന്ന് കാണുമ്പോൾ സഭയുടെ ഐക്യം മാത്രമല്ല, മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവൻ ഐക്യം നേടിയെടുക്കുവാൻ നാം ഒന്നിച്ച് ഒരു കുടുംബമായി, കൂട്ടായ്മയായി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ ഓർമ്മിപ്പിക്കുന്ന പുണ്യപിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞലികൾ അർപ്പിക്കുകയും വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ പരിശുദ്ധ സിംഹാസനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നാമകരണ പരിപാടികൾ ഏറ്റവും വിജയപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം ഏവർക്കും സമൃദ്ധമായി ആശംസിക്കുന്നു.